അപ്പോൾ ഡോക്ടർ, നമ്മൾ റീസെൻറ്റ് കുറച്ച് ഇയേഴ്സായിട്ട് ആണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു പേര് തന്നെ കേൾക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളങ്ങനെ കേട്ടിട്ടില്ല. ശരിക്കും എന്താണ് ഈ ഒരു ഡിസീസ്? ഓക്കെ, നമുക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമ്മുടെ ബ്രെയിനിന് കവറിങ്സ് ഉണ്ട്, അതിന് നമ്മളെ മെനിഞ്ചസ് എന്ന് പറയും. അപ്പോൾ ആ മെനിഞ്ചസിന് ഇൻഫെക്ഷൻ വരികയോ ആ മെനിഞ്ചസിന് ഇൻഫ്ലമേഷൻ വരികയോ സമയത്താണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് പാടകളെ മാത്രമല്ല ബ്രെയിനിനെയും കൂടിയും ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എൻകഫലൈറ്റിസ് എന്ന് പറയും. ഈ ചില മെനിഞ്ചൈറ്റിസുകൾ മെനിഞ്ചൽ ആൻഡ് എൻകഫലോൺ, അതായത് ബ്രെയിനിനെയും ബ്രെയിനിൻ്റെ പാടയും രണ്ടിനെയും കൂടി എഫക്റ്റ് ചെയ്യും. അതിനെ ഞങ്ങൾ മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്ന് പറയും. അപ്പോൾ സാധാരണഗതിയിൽ പല കാരണങ്ങൾ കൊണ്ട് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് വൈറലാണ്. അപ്പോൾ നേരത്തെ മുതലേ നമ്മൾ വൈറൽ എൻകഫലൈറ്റിസ് അല്ലെങ്കിൽ വൈറൽ മെനിഞ്ചൈറ്റിസുകൾ കാണാറുണ്ട്. പിന്നെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, പിന്നെ ഫംഗൽ മെനിഞ്ചൈറ്റിസ്, ഫംഗൽ മെനിഞ്ചോ എൻകഫലൈറ്റിസ്. പണ്ട് മുതലേ ഈ എമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തേ ഉണ്ട്, പക്ഷേ ഇറ്റ് വാസ് വെരി റെയർ. ഇപ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, അത് കോമൺ ആയിട്ട് കുറച്ചുകൂടി പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ആ പിക്കപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നത്.